എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പുട്ടൊക്കെ കഴിക്കാനായിട്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പുട്ടെന്ന് പറയുന്നത് സൂചി ഗോതമ്പ് വെച്ചുള്ള പുട്ടാണ്. അത് വെച്ച് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടൊരു പുട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സൂചി ഗോതമ്പാണ്. അപ്പൊ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഒരു 3-4 മണിക്കൂർ നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നൊരു 1.5 കപ്പ് പൊടി നമുക്ക് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പൊ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രം മതി. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. ഈ സമയം ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ഇതൊന്നിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് നിർത്തി ഒരു 3 പ്രാവശ്യം വീതം അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്കിത് നല്ല കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ മുഴുവൻ പൊടിയും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഇത്രയും നനവുള്ളതാണ് ഇഷ്ടം കഴിക്കാനായിട്ട് എല്ലാവർക്കും. അതല്ല, ഇത് കുറച്ചും കൂടി നന്നായിട്ട് പൊടി പോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത സ്ഥാനത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പം നന്നായിട്ട് പൊടിഞ്ഞ പോലെ നമുക്ക് കിട്ടും. പക്ഷെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ അത് ഓരോരുത്തർക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ ഇനി ഇത് നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. ഇപ്പൊ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പുട്ട് നിറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് വീണ്ടും കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നില്ല, ഈ ഇടയ്ക്കാണ് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ആവി നന്നായിട്ട് വന്ന് നമ്മുടെ പുട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കങ്ങ് എടുക്കാം. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. തൊട്ടാലങ്ങ് ഇപ്പൊ തന്നെ ആകും, അത്ര സോഫ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പുട്ടും റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.